പ്രൊഫസർ സാജു കണ്ണന്തറ, അരവിന്ദ് കെജ്രിവാൾ നാളെ ഡൽഹി ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹം ഇതുവരെ രാജി സന്നദ്ധത അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ മുന്നിൽ പല ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഹേമന്ത് സോറൻ വരെ, മുൻപ് ലാലുവും ഒക്കെ ഇത്തരത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകേണ്ടി വരുമ്പോഴൊക്കെ രാജിവെച്ചാണ് പോകാറ്. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അക്കാര്യത്തിൽ ആം ആദ്മി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അവിടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തുറന്നിടുന്ന ഒരു സാധ്യതയുണ്ട്. അതാണ് നേരത്തെ ചോദിച്ചത്. ലഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ട് തേടുന്നു എന്നറിയുന്നു. അതിന് പ്രകാരം ഒരു ഭരണ അസ്ഥിരതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതി ഭരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഇലക്ഷന് മുമ്പ് അങ്ങനെ ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ അട്ടിമറിക്കുന്നത് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഗുണം ചെയ്യില്ല എന്ന് BJP വിചാരിക്കുന്നുണ്ടാകാമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതും ഒരു രാത്രി വേണമെങ്കിൽ അസ്ഥാനത്താകാം. കാരണം ഒരു രാത്രിക്ക് തൊട്ട് മുൻപ് വരെ നിങ്ങൾ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന്. പ്രൊഫസർ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പം കേൾക്കാം. ഓക്കെ. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ്. കാരണം BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിപക്ഷത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷമില്ലാത്ത ഒരു സംവിധാനം ഇന്ത്യയിൽ നടപ്പാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടേതായ രീതികളിൽ പ്രതിപക്ഷ പാർട്ടികളെ തകർത്തെറിയാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഈ മദ്യനയ കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ ഇരിക്കുന്നത്. അദ്ദേഹം പറയുണ്ടായി, തൽക്കാലം താങ്കൾ കേജ്രിവാൾ പ്രത്യേകിച്ച് വകുപ്പുകളൊന്നും കൈകാര്യം ചെയ്യാത്ത സ്ഥിതിക്ക് ജയിലിൽ നിന്നുകൊണ്ട് തന്നെ ഡൽഹി ഗവൺമെൻറ് അതിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തനിക്ക് സാധിക്കും എന്ന ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നിയമപരമായിട്ട് എത്രമാത്രം സാധ്യമാണ് എന്നുള്ളത് അത് നിയമവിദഗ്ധരുമായിട്ട് ചോദിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ദിവസത്തെ മാത്രം കസ്റ്റഡിയാണുള്ളത് എങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വളരെ കാര്യക്ഷമമായ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ചെയറാണ്. അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു EDയുടെ കസ്റ്റഡിയിൽ അവർ ചോദ്യം ചെയ്യുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തെ? അല്ല, അതാണല്ലോ പറഞ്ഞ അനുയോജ്യമായ നടപടികൾ കേജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡൽഹി ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പൊ അത് കാത്തിരിക്കുക. നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ജയിലിൽ നിന്ന് ഭരിക്കും എന്ന് അത് 100% ഒന്നും പറയുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ജയിലിൽ നിന്നുകൊണ്ട് തന്നെ ഭരിക്കുന്നു. ഇനി ആവശ്യമെന്ന് തോന്നിയാൽ മറ്റൊരു വ്യക്തിക്ക് ഈ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് മറ്റ് നടപടികളുമായിട്ട് കേജ്രിവാൾ മുന്നോട്ട് പോകും. അതിന് സംശയമൊന്നുമില്ല. വേട്ടയാടുന്നതിന്റെ ഭാഗമായ പുതിയ രക്തസാക്ഷിയൊക്കെയായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നത്. അതിനു മുൻപ് മനീഷ് സിസോദിയ മാസങ്ങളായി കിടക്കുകയാണ്, സഞ്ജയ് സിംഗ് കിടക്കുകയാണ്. അപ്പോ ഏറ്റവും തലപ്പത്തേക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തെ മറ്റാളുകളോടൊപ്പം ചേർന്ന് നിൽക്കാതെ നിവൃത്തിയില്ല എന്ന ഘട്ടം വന്നപ്പോൾ മാത്രമാണോ ഈ കൂട്ടുത്തരവാദിത്തം ഉണ്ടായത്? ഇതൊരു അഴിമതി കേസ് കൂടിയാണ്, അത് വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് ഈ വേട്ടയാടൽ സിദ്ധാന്തം മാത്രം മതിയാകുമോ? ഇതിൽ എന്ത് അഴിമതി നടന്നെന്നാണ് പറയുന്നത്? ഇപ്പോൾ BJP നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് 100 കോടി രൂപ ആം ആദ്മി പാർട്ടി ഇതിൻ്റെ മദ്യനയത്തിൻ്റെ പേരിൽ കൈവശപ്പെടുത്തിയെന്ന്. പക്ഷേ എന്തെങ്കിലും തെളിവുണ്ടോ? യാതൊരു തെളിവുമില്ലാതെ ഇവിടെ ആരുടെ വാദഗതി അനുസരിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി നേതാക്കളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പലപ്പോഴും പറയുണ്ടായി ഈ ശരത് ചന്ദ്ര പ്രസാദിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്. ഈ മദ്യനയ കേസിൽ 2022 നവംബർ 10 അദ്ദേഹം ബുക്ക് ചെയ്യപ്പെട്ടതാണ്. അതേ വ്യക്തി പിന്നീട് 5 ദിവസം കഴിഞ്ഞ് 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് BJP ഏൽപ്പിക്കുന്നു. BJP അത് പണമാക്കി മാറ്റുന്നു. പിന്നീട് മദ്യനയ കേസിൽ മാപ്പ് സാക്ഷിയാകാനുള്ള അപേക്ഷ അത് കോടതിയിൽ അദ്ദേഹം സമർപ്പിക്കുന്നു. അത് സ്വീകരിച്ചു. പിന്നീടാണ് എത്രയോ കോടികൾ ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് കൈമാറിയത്. ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ
59.5 കോടി, ഏകദേശം 60 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് ശരത് ചന്ദ്ര പ്രസാദ് BJPക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് എത്ര പണം കൊടുത്തു കഴിഞ്ഞാൽ കുറ്റവാളിയായ ഒരു വ്യക്തി അദ്ദേഹം നീതിമാനായി മാറുന്നു? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാഷിംഗ് മെഷീനാണ്. ആരൊക്കെ കുറ്റാരോപണമായിട്ട് വന്നിട്ടുണ്ടോ അവരെയെല്ലാം വെളുപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമാണ് ഇന്ന് BJP ഉള്ളത്. അപ്പൊ നമ്മൾ കണക്കെടുത്ത് പറയാനുള്ള പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എത്രയോ നേതാക്കൾ നിങ്ങളുടെ ഇപ്പോൾ